കോഴിക്കോട് നിന്നും കണ്ണൂർ റോഡിൽ 24 കിലോമീറ്റർ യാത്ര ചെയ്താൽ കൊയിലാണ്ടിയിൽ എത്തിച്ചേരാൻ പറ്റും. 71,000 ആളുകൾ താമസിക്കുന്ന ഒരു വലിയ നഗരമാണ് കൊയിലാണ്ടി. കൊയിലാണ്ടി താലൂക്ക് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ താലൂക്കാണ്. 6 ലക്ഷത്തോളം ആളുകൾ ഈ താലൂക്കിൽ താമസിക്കുന്നു. കൊയിലാണ്ടിക്കടുത്ത കാപ്പാട് കടൽ തീരത്ത് 526 വർഷം മുമ്പ് വാസ്കോ ഡി ഗാമ കപ്പലിറങ്ങുകയും കുഞ്ഞാലിമരക്കാരെ പോലെയുള്ള ദേശാഭിമാനികളുടെ ചെറുത്തുനിൽപ്പ് അടിച്ചമർത്തി കരക്കിറങ്ങുകയും ചെയ്തു. അതോടുകൂടിയാണ് ഇന്ത്യയിൽ യൂറോപ്യൻ ഭരണം ആരംഭിച്ചത്. അന്ന് കൊയിലാണ്ടിയിലുണ്ടായിരുന്ന ജനങ്ങളുടെ 1/3 ആളുകളെയും പോർച്ചുഗീസ് പട്ടാളം കൊന്നൊടുക്കി. ചരിത്രപരമായി കൊയിലാണ്ടിക്ക് വലിയ പ്രാധാന്യമുണ്ടായത് ഇങ്ങനെയാണ്. അതിനു പുറമെ ചൈനീസ് വ്യാപാരവും കൊയിലാണ്ടിയിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ചൈനീസ് കോട്ട കൊയിലാണ്ടിയിൽ കാണുവാൻ പറ്റും. വിദേശ രാജ്യങ്ങളുമായുള്ള നിരന്തരമായ സമ്പർക്കം കൊയിലാണ്ടിയുടെ ഭക്ഷണ വൈവിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ രുചികൾക്ക് പുറമെ യമനീസ് രുചികളും അറേബ്യൻ രുചികളും പോർച്ചുഗീസ് രുചികളും കൊയിലാണ്ടിയിൽ ലഭിക്കുന്നത് ഈ വിദേശ ബന്ധം കൊണ്ടാണ്. കൊയിലാണ്ടിയിലെ ചായക്കടകളിൽ പത്തിരികൾ തന്നെ പലതരം വ്യത്യസ്തമായ വെറൈറ്റികളിൽ ലഭിക്കാറുണ്ട്. നെയ്പത്തിരിയും പൊരിച്ച പത്തിരിയും ഇറച്ചിപ്പത്തിരിയും മീൻപത്തിരിയും ചട്ടിപ്പത്തിരിയും നൈസ് പത്തിരിയും ഇവിടെ ലഭിക്കും. വൈകുന്നേരം അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ പത്തിരിയും ചായയും കഴിക്കുന്നത് കൊയിലാണ്ടിക്കാരുടെ സാംസ്കാരിക ശീലമായി മാറിയിട്ടുണ്ട്. പണ്ട് കോവിൽക്കണ്ടി എന്നാണ് കൊയിലാണ്ടി അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഈ പേര് ലോപിക്കുകയും കൊയിലാണ്ടി ആവുകയും ചെയ്തു. ഇബ്നു ബത്തൂത്തയുടെ യാത്രാരേഖകളിൽ കൊയിലാണ്ടിയെക്കുറിച്ച് പരാമർശമുണ്ട്. അതുപോലെ ചരിത്രകാരനായ വില്യം ലോഗനും കൊയിലാണ്ടിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പുരാതന കാലം മുതലേ വിദേശ വ്യാപാരം നടന്നിരുന്ന ഒരു ചെറിയ പട്ടണമായിരുന്നു കൊയിലാണ്ടി. കൊയിലാണ്ടിക്കടുത്തുള്ള പന്തലായനിയിൽ അറബ് വ്യാപാരികൾ സ്ഥിരമായി എത്തിച്ചേർന്നിരുന്നു. അവരിൽ ചിലർ ഇന്ത്യക്കാരികളെ കല്യാണം കഴിക്കുകയും അങ്ങനെ അറബ് പാരമ്പര്യമുള്ള ആളുകൾ കൊയിലാണ്ടിയിൽ താമസിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇപ്പോൾ കൊയിലാണ്ടി ഒരു ആധുനിക നഗരമായി മാറിയിരിക്കുന്നു. ധാരാളം റെസ്റ്റോറൻറ്റുകളും കോഫി ഷോപ്പുകളും നഗരത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. മൂടാടിയിലെ ലാമാസ് കിച്ചൺ വാട്ടർ വ്യൂ ലക്ഷറി സീറ്റിംഗ് ഉള്ള മനോഹരമായ ഒരു റെസ്റ്റോറൻ്റാണ്. അതുപോലെ പാറപ്പള്ളിയിലെ 4 o'clock റെസ്റ്റോറൻറ്റ് മികച്ച നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് നൽകുന്നു. നാഷണൽ ഹൈവേയിലെ വണ്ടിത്താവളം റെസ്റ്റോറൻറ്റ് KSRTC ബസിൻ്റെ തീമിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ നാഷണൽ ഹൈവേയിലെ ബർഗർ ലോഞ്ച് മികച്ച യൂറോപ്യൻ ഭക്ഷണം നൽകുന്നു. പുതിയ ബസ് സ്റ്റാൻഡിലെ ന്യൂ കോഫി ഹൗസ് ലഘുഭക്ഷണവും ലഞ്ചും നൽകുന്നു. മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കൊയിലാണ്ടിയിൽ നിറഞ്ഞിരിക്കുന്നു. നാഷണൽ ഹൈവേയിൽ കൊയിലാണ്ടി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട് സർവകലാശാലയ്ക്ക് അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കൊയിലാണ്ടി ഗവൺമെൻറ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളും ഇവിടെയുണ്ട്. അതുപോലെ ആർ ശങ്കർ സ്മാരക SNDP കോളേജ് കൊയിലാണ്ടിയിൽ സ്ഥാപിച്ചിരിക്കുന്നു. അറിയപ്പെടുന്ന അനേകം ഹിന്ദു ക്ഷേത്രങ്ങളും കൊയിലാണ്ടിയിലുണ്ട്. പൊയിൽക്കാവ് വനദുർഗ ക്ഷേത്രവും പിഷാരിക്കാവ് ഭഗവതി ക്ഷേത്രവും ഇവിടെ കാണാം. പൗരാണികമായ ധാരാളം മുസ്ലിം പള്ളികളും ഇവിടെയുണ്ട്. കാപ്പാട് ജുമാ മസ്ജിദും കൊയിലാണ്ടി വലിയകത്ത് പള്ളിയും ഇവിടെയുണ്ട്. അതുപോലെ സെൻറ് മേരീസ് ചർച്ച് അരങ്ങാടത്ത് കൊയിലാണ്ടിയിലെ അറിയപ്പെടുന്ന ഒരു ക്രൈസ്തവ ആരാധനാലയമാണ്. കൊയിലാണ്ടിയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നത് കാപ്പാട് കടൽത്തീരം കാണുവാൻ വേണ്ടിയിട്ടാണ്. കോഴിക്കോട് റോഡിൽ 7 കിലോമീറ്റർ പോയാൽ കാപ്പാട് കടൽത്തീരത്ത് എത്തുവാൻ പറ്റും. ചേമഞ്ചേരി പഞ്ചായത്തിലാണ് കാപ്പാട് കടൽത്തീരം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ധാരാളം പാറക്കെട്ടുകൾ നിറഞ്ഞ ഈ കടൽത്തീരം വളരെ ഫോട്ടോജനിക്കാണ്. വിദേശ ടൂറിസ്റ്റുകൾ വരെ കാപ്പാട് കാണുവാൻ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. അതുപോലെ കൊയിലാണ്ടിക്കടുത്ത് പാറപ്പള്ളി വളരെയധികം പ്രാധാന്യമുള്ള ഒരു സുന്നി തീർത്ഥാടക കേന്ദ്രമാണ്. തമീമുൽ അൻസാരി എന്ന സഹാബി വര്യൻ്റെ കബറിടം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. പാറപ്പള്ളി പള്ളിക്കടുത്തുള്ള കടൽത്തീരം വളരെ മനോഹരമാണ്. ധാരാളം സുന്നി ഭക്തന്മാർ ഇവിടെ സിയാറത്തിന് വേണ്ടി വരാറുണ്ട്.
ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ മികച്ച ഹോട്ടലുകളും കൊയിലാണ്ടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ണൂർ റോഡിൽ പാർക്ക് റെസിഡൻസി 1800 രൂപ നിരക്കിൽ മുറികൾ കൊടുക്കുന്നു. അതുപോലെ അരങ്ങാടത്ത് പ്രിൻസ് റെസിഡൻസി 1000 രൂപ നിരക്കിൽ മുറികൾ കൊടുക്കുന്നു.